ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബൺ മസ്ക ഇറാൻ ചായയും ഉണ്ടാക്കാനാണ്. ഫസ്റ്റ് ബൺ എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡും ബട്ടറും ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നമുക്ക് ഇറാൻ ചായയിലേക്കും വേണം, പിന്നെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. മധുരം എങ്ങനെയാണോ നോക്കിയിട്ടാണ് എടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് നല്ലോണം കട്ടയിൽ ഉടയ്ക്കുക. ഇതാ ഗൈസ്, ഇപ്പോൾ നമ്മൾ നല്ല കട്ടയെല്ലാം ഉടച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഇപ്പോൾ ബട്ടർ ഇടുക ഗൈസ്. ഇത് 4 ബണ്ണുണ്ടാവും, 8 ബണ്ണുണ്ട് ഗൈസ്. അതിൽ ഇതാവില്ല. നമുക്ക് കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കുറച്ചും കൂടി വെച്ചിട്ടുണ്ട് ബട്ടർ ഇട്ടുകൊണ്ട്. ഇനി നമുക്ക് മിക്സാക്കിയിട്ട് ബണ്ണിലേക്ക് തേക്കാം ഗൈസ്. ഇതാരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് ചെയ്യാൻ. ബണ്ണിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. അധികം തേച്ചാൽ ഭയങ്കര മധുരമായിരിക്കും ഗൈസ്, കുറച്ച് തേച്ചാൽ മതി. അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ കുറച്ച് തേക്കുന്നുള്ളൂ, ഈ ഭാഗത്ത് കുറച്ചും കൂടി തേക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തും തേച്ച് കൊടുക്കാം ഗൈസ്. അങ്ങനെയാണല്ലോ യൂട്യൂബിലൊന്നും കാണുന്നത്, എല്ലാവരും ഉണ്ടാക്കുന്നത് ഗൈസ്. പുറത്തും കൂടിയും തേച്ച് കൊടുക്കാം. പുറത്ത് അധികം തേക്കണമെന്നില്ല, എല്ലാ ഭാഗത്തും തേച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇതിൻ്റെ ട്രെൻഡെല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. ഇനി നമുക്ക് ഇറാൻ ചായ ഉണ്ടാക്കാം ഗൈസ്. ഫസ്റ്റ് കട്ടൻ ചായയിലേക്ക് നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലം ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ചായ ഉണ്ടാക്കിയത്. കുക്കറിൽ നമുക്ക് കട്ടൻ ചായയിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇറാൻ ചായ റെഡി ആയിരിക്കുന്നു ഗൈസ്. ബൺ മസ്കയും ഇറാൻ ചായയും. ഓക്കെ, ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. എട്ട് ബൺ എടുത്തെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഇതാണ് 8 ബൺ. ഓക്കെ, നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, സീ യു.